ഹലോ എവരിവൺ, എല്ലാവർക്കും യുബോട്സിന്റെ ഒരു പുതിയ നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് RRB NTPC എക്സാമിനെ കുറിച്ചാണ്. എന്താണ് RRB എന്ന് നമുക്ക് ആദ്യം നോക്കാം. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ്. നമുക്കറിയാം കേരളത്തിലെ ഗവൺമെന്റ് ഓഫീസുകളിലൊക്കെ ഗവൺമെന്റ് എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്ന ആരാണ്? PSC ആണ്, പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ്. ഇതേപോലെ ഇന്ത്യൻ റെയിൽവേക്ക് സ്റ്റാഫുകളെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന ബോർഡാണ് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ്. ഇവരുടെ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. ദാറ്റ് മീൻസ് NTPC. ഇത് ഇപ്പോൾ വിളിച്ചിരിക്കുന്ന എക്സാം ഇപ്പൊ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഗ്രാജുവേറ്റ് ലെവലാണ്, അഥവാ ഡിഗ്രി പഠിച്ച് പാസ്സായ ആൾക്കാർക്കാണ് ഇപ്പൊ അപ്ലൈ ചെയ്യാൻ പറ്റുക. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, വൺ ഓഫ് ദ മോസ്റ്റ് പ്രസ്റ്റീജിയസ് ആൻഡ് പവർഫുൾ ജോബുകളൊന്നാണ് ഇന്ത്യൻ റെയിൽവേസിലെ NTPC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്റ്റേഷൻ മാസ്റ്റർ, ക്ലറിക്കൽ ജോബുകളിലേക്കാണ് ഇത് വിളിച്ചിരിക്കുന്നത്. സോ നിങ്ങൾ ഡിഗ്രി പഠിച്ച് ലാസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അതേപോലെ തന്നെ ഡിഗ്രി പഠിച്ച് പാസ്സായ ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സോ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ നിർബന്ധമായിട്ട് ഷെയർ ചെയ്തുക. ചിലപ്പോൾ കുറെ വർഷമായിട്ട് നിങ്ങൾ PSC നോക്കുന്നവരായിരിക്കും. വെറുതെ നിങ്ങൾ ഉള്ള നോളജ് വെച്ചിട്ടെങ്കിലും NTPC അറ്റൻഡ് ചെയ്യാം. അതേപോലെ വ്യക്തമായിട്ട് പഠിച്ചിട്ട് നിങ്ങളിത് പോവുകയാണെങ്കിൽ ഇത് ക്രാക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മൊത്തം നോട്ടിഫിക്കേഷൻ വീഡിയോന്റെ ഒരു ഓവർവ്യൂയിലേക്ക് കടക്കാം. ഓക്കെ, നമുക്ക് ഇമ്പോർട്ടന്റ് ഡേറ്റുകൾ നോക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് ഇൻഡിക്കേറ്റീവ് നോട്ടീസ് ഇൻ എംപ്ലോയ്മെന്റ് ന്യൂസ് ആണ്. അതായത് ഇത് എന്താണ് ഷോർട്ട് നോട്ടീസ് വന്നത് എന്നാണ്. 4/10/2005 വന്നത്, നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടത് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് ആണ്. അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് 21/10/2025 അതായത് നിങ്ങൾക്ക് ഇന്ന് തൊട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ആൻഡ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 20/11/2005, അതായത് നവംബർ 20 വരെയാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ ലാസ്റ്റ് ഡേറ്റ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നോട്ടിഫിക്കേഷൻ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ, ലാസ്റ്റിലേക്ക് ഒരിക്കലും പോകരുത്. ഇനി അപ്ലിക്കേഷന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 22/11, അതായത് 20 കഴിഞ്ഞ് 22 വരെ ഫീ അടയ്ക്കാനുള്ള ഒരു അപ്ലിക്കേഷൻ ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ട് ഫീ അടയ്ക്കാൻ ബാക്കിയുള്ളവർക്കുള്ള ഒരു ഡേറ്റ് ആണത്. അത് എന്തെങ്കിലും ടെക്നിക്കൽ അക്കൗണ്ട് പെൻഡിങ് ആയ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ട് അപ്ലൈ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ആ ഫീസ് അടച്ച് കംപ്ലീറ്റ് അപ്ലിക്കേഷൻ തീർക്കാം. ഓക്കെ, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഫീസ് അടയ്ക്കാൻ മറന്നു പോകുന്ന സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായ ചരിത്രമുണ്ട്. അതുകൊണ്ട് മാക്സിമം അങ്ങനത്തെ എറേഴ്സിലേക്ക് പോവാതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി മോഡിഫിക്കേഷൻ വിൻഡോ വരും. ഇത് പെയ്ഡ് ആണ്, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. 3/12/2025 മുതൽ 7/12/2025 വരെയാണ്. എന്തെങ്കിലും അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ എറേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അതേപോലെ തന്നെ സ്ക്രൈബ് വേണമെന്നുണ്ടെങ്കിൽ എലിജിബിൾ കാൻഡിഡേറ്റ്സിന് സ്ക്രൈബ് ഉണ്ടാവും. അത് വേണമെന്നുണ്ടെങ്കിൽ അതിന് അപ്ലൈ ചെയ്യേണ്ടത് 3/12/2025 മുതൽ 7/12/2025 കേട്ടോ. ഓക്കെ, പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഡീറ്റെയിൽസ് ഫീൽഡ് ഇൻ ദ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ഫോം ആൻഡ് ചൂസൺ RRB കനോട്ട് ബി എഡിറ്റഡ് ലേറ്റർ. നിങ്ങൾ RRBയുടെ അതായിട്ട് ഇതാക്കുകയാണെങ്കിൽ എല്ലാം പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? എഡിറ്റ് ചെയ്യാൻ പറ്റൂല കേട്ടോ. അതായത് RRBക്ക് നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുണ്ട്. അപ്ലൈ ചെയ്യാനല്ല, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങളൊരു നമ്മുടെ SSCക്കും PSCക്കും ഒക്കെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മളൊരു പോർട്ടൽ ക്രിയേറ്റ് ചെയ്യും. അതേപോലെ RRBയും ക്രിയേറ്റ് ചെയ്യാണ്ട് അവിടെ തെറ്റുകൾ യാതൊന്നും ഉണ്ടാവാതിരിക്കാൻ മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കുക. എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ തിരുത്താൻ പറ്റിയെന്ന് വരില്ല. ആൻഡ് ഇവിടെ പോസ്റ്റ് ആൻഡ് പേ സ്കെയിൽസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എൻറ്റയർ ഒരു ഓവർവ്യൂ നമുക്ക് ഈ ഒറ്റ പേജിൽ നോക്കാൻ പറ്റും കേട്ടോ. നമുക്ക് നോക്കാം. ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് വരുന്ന പേ ലെവൽ എന്ന് പറഞ്ഞാൽ 6th ലെവൽ പേ ലെവലാണ്. അതായത് 35,400 രൂപ വരെ നിങ്ങൾക്ക് അവിടെ എന്തുണ്ടാവും? സാലറി ഉണ്ടാവും കേട്ടോ. ആൻഡ് മെഡിക്കൽ ലെവൽ വരുന്നത് B2 ആണ്. അതേപോലെ തന്നെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 1/1/2026 ആകുമ്പോഴേക്കും 18 മുതൽ 33 വയസ്സ് വരെയാണ് വരുന്നത്. 161 വേക്കൻസികളാണ് ഇതിനുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ സ്റ്റേഷൻ മാസ്റ്റർ ഉണ്ട്, പേ ലെവൽ 6 തന്നെയാണ്. ഇതേ ലെവലിൽ തന്നെ വരുന്നത്, ഇതേ ഏജ് ഗ്രൂപ്പാണ് വരുന്നത്. 615 വേക്കൻസികളാണ് വന്നിട്ടുള്ളത്. അതേപോലെ അടുത്ത ഗുഡ്സ് ട്രെയിൻ മാനേജർ ആണ് വന്നിരിക്കുന്നത്. പേ ലെവൽ 5 ലെവലിൽ വരുന്നതാണ്. 29,200 സാലറി ഉണ്ടാവുക. 18 മുതൽ 33 വയസ്സ് വരെ 3,416 വേക്കൻസികളുണ്ട് ഗുഡ്സ് ട്രെയിൻ മാനേജർക്ക് കേട്ടോ. അതേപോലെ തന്നെ ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റന്റ് കം ഉണ്ടാവും. അതിന് 29,200 വരുന്നത്. മെഡിക്കൽ C2 ആണ് വരുന്നത്. അതേപോലെ തന്നെ 18 മുതൽ 33 വയസ്സ് വരെയാണ് ഈ മെഡിക്കലിന്റെ സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയൂ കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അതേ ഏജ് എല്ലാത്തിനും 18 മുതൽ 33 വരെയാണ്. 921 വേക്കൻസി അവിടെ വന്നിട്ടുണ്ട്. സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റിന് ഒരു എക്സാം കൂടി കൂടുതലുണ്ടാവും. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷനിൽ പറയും. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇത് ത്രൂ ഔട്ട് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? വീഡിയോ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, സീനിയർ ടൈപ്പിസ്റ്റ് വരുന്നത് എത്രയായിരുന്നു? 29,200 തന്നെയാണ് വരുന്നത്. 638 വേക്കൻസി. ട്രാഫിക് അസിസ്റ്റന്റ് വരുന്ന പേ ലെവൽ 4 ആണ്. 25,500 തൊട്ടിട്ട് ആൻഡ് 59 വേക്കൻസികളാണത്. അങ്ങനെ മൊത്തം 5,810. ഇതിന് വേരിയേഷൻസ് വരാനുള്ള കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ.
പ്രീവിയസ് ഇയേഴ്സിൽ അങ്ങനെ വേക്കൻസികൾ എന്തുണ്ടായിരുന്നു, ഇൻക്രീസ്ഡ് ആയിട്ടുണ്ടായിരുന്നോ? അതുകൊണ്ട് വേക്കൻസി ഓൾ ഇന്ത്യ ലെവലിൽ കുറവാന്ന് പറഞ്ഞിട്ട് അപ്ലൈ ചെയ്യാതിരിക്കരുത്. മര്യാദയ്ക്ക് പഠിക്കുന്ന ആൾക്കാർക്ക് ഇത് കിട്ടുകയും ചെയ്യും, ഷുവർ ആണത്. ഓക്കെ, അടുത്തത് നമുക്ക് കംപ്ലീറ്റ് സെലക്ഷൻ പ്രോസസ്സ് നോക്കാം. ഓക്കെ, സിംഗിൾ ആപ്ലിക്കേഷൻ, അതായത് സബ്മിറ്റ് ഓൺലി വൺ ഓൺലൈൻ ആപ്ലിക്കേഷൻ ത്രൂ ദ ഒഫീഷ്യൽ RRB വെബ്സൈറ്റ്. RRBയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ട ഇത് പോസ്റ്റ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സബ്മിറ്റ് ചെയ്യാവുന്നതാണ്, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഇതിനുള്ള സെലക്ഷൻ സ്റ്റേജസ് എന്ന് പറയുന്നത്, ആദ്യം നിങ്ങൾക്ക് നടക്കാൻ പോകുന്ന സ്റ്റേജ് 1 കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. CBT 1 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 90 മിനിറ്റ് ആണ് നിങ്ങൾക്ക് ടൈം ഉണ്ടാവുക. അതിനുശേഷം CBT 1 പാസ്സായ ആൾക്കാർക്ക് എന്നിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് സ്റ്റേജ് 2 ഉണ്ടാവും. ഓക്കെ, അവിടെ വരുന്നത് 120 ക്വസ്റ്റ്യൻസ് 90 മിനിറ്റിൽ. ഓക്കെ, ഏകദേശം ബോത്തും സെയിം സിലബസ് ആണ് വരുന്നത്, പിന്നെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റേജ് 1ന്റെ എൻറ്റയർ കാര്യങ്ങൾ നമ്മളിവിടെ പറയുന്നുണ്ട്. അതിനുശേഷം പാസ്സായ ആൾക്കാർക്ക് സ്റ്റേജ് 2 വരുന്ന സമയത്ത് നമുക്ക് അത് അവിടെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇനി ഇവിടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടൈപ്പിംഗ് സ്കിൽ ഉണ്ടാവും, CBT-ST എന്ന് പറയുന്ന ഒരു സാധനം. ഇത് ക്ലറിക്കൽ പോസ്റ്റുകൾക്കാണ്. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരും പേജസിൽ പറയാം. കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. ഓക്കെ, പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഓർ മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവും. ഓക്കെ, മെറിറ്റ് ബേസ്ഡ് മാത്രമായിരിക്കും എന്ത് ചെയ്യുക, നിങ്ങളുടെ സെലക്ഷനും കാര്യങ്ങളും ഉണ്ടാവുക കേട്ടോ. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതേപോലെ തന്നെ RRB NTPC എക്സാം നിങ്ങൾ ക്രാക്ക് ചെയ്യാൻ വേണ്ട ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് കംപ്ലീറ്റ്ലി സിലബസ്, ലൈവ് ഡിസ്കഷൻസ് ഉണ്ടാവും, അതേപോലെ തന്നെ കംപ്ലീറ്റ്ലി റെക്കോർഡ് സെക്ഷൻസും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് വെറും 1499 രൂപയ്ക്കാണ്. 3000 രൂപയുടെ കോഴ്സ് ആയിരുന്നു. ഇത് ലോഞ്ചിങ് ഓഫർ ആണ്, നവംബറിലാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇത് ലോഞ്ചിങ് ഓഫർ ആണ്. ഇത് പ്രകാരം ഇപ്പൊ പർച്ചേസ് ചെയ്യുന്ന കുട്ടികൾക്ക് 1499 രൂപയ്ക്ക് നമ്മൾ ക്ലാസ് കൊടുക്കുന്നതാണ്. പ്രോപ്പർ ആയിട്ട് ഡെയിലി 1 മണിക്കൂറെങ്കിലും നിങ്ങൾ നിലവിലെ ജോലിയുടെ കൂടെ തന്നെ പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് എന്തായാലും ഈ കോഴ്സ് കണ്ണടച്ച് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താല്പര്യമുള്ള ആൾക്കാർക്ക് താഴെ കാണുന്ന നമ്പറിലേക്ക് എന്ത് ചെയ്യാന്ന് മെസ്സേജ് അയക്കാവുന്നതാണ്. ആൻഡ് എൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ അവിടുന്ന് വാട്സപ്പിൽ പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ കൂടുതലായിട്ട് പറഞ്ഞ് ടൈം കളയുന്നില്ല. അപ്പോൾ സക്സസ് ബാച്ച് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന RRB NTPCന്റെ 2026 എക്സാം വാങ്ങി നമുക്കൊരു ജോലി കിട്ടാൻ വേണ്ടി മാത്രമാണ്. ആ ഒരു ലക്ഷ്യത്തിൽ ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് എല്ലാത്തിനും കൂടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് വാട്സപ്പിൽ സംസാരിക്കാം. ഓക്കെ, ആൻഡ് RRB എക്സാമിന് പോകുന്ന കുട്ടികളുടെ പ്രോപ്പർ ഇൻസ്ട്രക്ഷൻസ് ആണ് ഈ പേജിൽ നമ്മൾ പറയുന്നത്. ഓൾറെഡി നിങ്ങൾ എഴുതി എക്സ്പീരിയൻസ് ആൾക്കാരാണെങ്കിൽ ഈ പേജ് സ്കിപ്പ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. റീഡ് ബിഫോർ അപ്ലൈ. നിങ്ങൾ ആ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, ആ PDF ഉണ്ടാവും, നമുക്ക് നോട്ടിഫിക്കേഷൻ വന്ന PDF ഉണ്ടാവും. ആ PDF നിങ്ങൾ പ്രോപ്പറായിട്ട് വാങ്ങിക്കണം. ഓക്കെ, മീറ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അതായത് 20/11/2025 ആകുമ്പോഴേക്കും നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽ ഉണ്ടാവണം. അവൈറ്റിംഗ് റിസൾട്ടുകാർക്ക് എന്തുണ്ടാവില്ല, ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ അപ്ലിക്കേഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ ഓൺലൈനിലാണ്, RRBയുടെ വെബ്സൈറ്റ് ത്രൂ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ മൾട്ടിപ്പിൾ അപ്ലിക്കേഷൻസ് ഒന്നും ഒരിക്കലും അപേക്ഷിക്കരുത്, അത് അക്സെപ്റ്റ് ചെയ്യില്ല കേട്ടോ. അക്കൗണ്ട് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് അക്കൗണ്ട് വിത്ത് കറക്റ്റ് ഇൻഫോ, മൊബൈൽ, ഇമെയിൽ ആൻഡ് RRB ചോയ്സ് എല്ലാം പ്രോപ്പറായിട്ട് എടുത്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ. ഇത് പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ RRB തിരുവനന്തപുരത്തിലൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത്, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത പേജിൽ പറയാം. അപ്പോൾ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്ന കുട്ടികൾക്കാണ് ഞാനിത് പറയുന്നത്, അല്ലാത്ത ആൾക്കാർ സ്കിപ്പ് ചെയ്യാൻ വീണ്ടും പറയാം കേട്ടോ. ഓക്കെ, ഇനി മോഡിഫിക്കേഷൻ വിൻഡോ ഉണ്ടാവും. കറക്ഷൻസ് അലൗഡ് വിത്ത് RS 250, അതായത് കറക്ഷൻസ് അലൗഡ് ആണ്. 250 രൂപ ഫൈൻ ഉണ്ടാവുന്നുള്ളൂ. 23-ാം തീയതി മുതൽ 2/12/23/11/25 മുതൽ 2/12/25 വരെ നിങ്ങൾക്ക് എന്തുണ്ടാവും, കറക്ഷൻ വിൻഡോസ് അവൈലബിൾ ആയിരിക്കും. 250 രൂപ ഫൈൻ ഉണ്ടാവും. അതുകൊണ്ട് മാക്സിമം 250 കളയണ്ടെന്നുണ്ടെങ്കിൽ തെറ്റുകൾ വരുത്താതിരിക്കുക. പേരും നമ്പേഴ്സും കൊടുക്കുന്ന സമയത്തൊന്ന് ക്രോസ് ചെക്ക് ചെയ്താൽ മതി. നിങ്ങൾ മാക്സിമം അശ്രദ്ധ കാണിക്കാതിരിക്കുക കേട്ടോ. ഇനി എലിജിബിലിറ്റി ആൻഡ് മെഡിക്കൽ ഉണ്ട്. ഏജ്, എഡ്യൂക്കേഷൻ, മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് മസ്റ്റ് 1/1/2026 ആകുമ്പോഴേക്ക് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും, ഏജ് ആണെങ്കിലും ശരി, നിങ്ങളുടെ എഡ്യൂക്കേഷനും മെഡിക്കൽ എല്ലാം ഈ ഒരു ഇതാകുമ്പോഴേക്കും പ്രോപ്പർ ആയിട്ട് ഉണ്ടാവണം കേട്ടോ. ഐഡന്റിറ്റി വെരിഫിക്കേഷൻ ഉണ്ടാവും. അതായത് നിങ്ങളുടെ ആധാർ കാർഡ്, അതേപോലെ തന്നെ അപ്ലോഡ് ഫോട്ടോ, അതുകൊണ്ട് തന്നെ അപ്ലോഡ് ഫോട്ടോ, റീസെന്റ് ഫോട്ടോസ് മാക്സിമം നിങ്ങൾ അറ്റസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. മാക്സിമം പഴയ ഫോട്ടോസ് ഒന്നും നിങ്ങൾ ഇവിടെ അറ്റസ്റ്റ് ചെയ്യരുത്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതേപോലെ തന്നെ 35 ഫോണിൽ എടുക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഞാൻ ഈ റെസൊല്യൂഷൻ കൊടുക്കും. 35x45 mm ഇട്ടിട്ട് എഡിറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ അവിടെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സിഗ്നേച്ചർ ആണെങ്കിൽ 15x20 mm വേണം നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി എക്സാമിനേഷൻ റൂളിൽ 1/3 പെർ റോങ് ആൻസർ, അതായത് നിങ്ങൾക്ക് ഓരോ തെറ്റ് ഉത്തരത്തിനും നിങ്ങൾക്ക് ശരി ഉത്തരത്തിന് 1/3 വെച്ച് നിങ്ങൾക്ക് കുറയും കേട്ടോ. അതേപോലെ തന്നെ നോ വാല്യൂബിൾസ് ഓർ ബാൻഡ് ഐറ്റംസ് അലൗഡ്, അതായത് മൊബൈൽ അങ്ങനത്തെ സാധനങ്ങളൊന്നും എക്സാം സെന്ററിലേക്ക് കൊണ്ടുപോകാൻ ഒരു കാരണവശാലും പാടില്ല. ഓക്കെ, പിന്നെ ഫ്രീ ട്രാവൽ അലവൻസ് ഉണ്ടാവും SC/ST കാൻഡിഡേറ്റ്. അപ്പോൾ അവരെന്ത് കാസ്റ്റ് സർട്ടിഫിക്കറ്റും കൂടി ഇതിനും കൂടി അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഫ്രീ ട്രാവൽ അലവൻസും കാര്യങ്ങളെല്ലാം ഉണ്ടാവും കേട്ടോ. ഇനി മെഡിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത് A2 എന്ന് നമ്മൾ നേരത്തെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. എന്താണ് ഫിസിക്കലി ഫുള്ളി ഫിറ്റ് ആണ് A2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ,
ദാറ്റ് മീൻസ് ഡിസ്റ്റൻസ് വിഷൻ ഷുഡ് ബി ക്ലിയർ വിത്തൗട്ട് ഗ്ലാസസ്. 6:9, 6:9, അതായത് രണ്ട് കണ്ണും എന്തായിരിക്കണം, പ്രോപ്പർ വിഷൻ ആയിരിക്കണം, ക്ലിയർ വിഷൻ ആയിരിക്കണം. ഓക്കെ, മസ്റ്റ് സീ നിയർ ഒബ്ജക്ട്സ് ക്ലിയർലി വിത്തൗട്ട് ഗ്ലാസസ്. തൊട്ടടുത്തുള്ള, അതായത് നമ്മളെ ഷോർട്ട് സൈറ്റ് എന്ന് പറയുന്നത് തൊട്ടടുത്തുള്ള സാധനങ്ങൾ വളരെ ക്ലിയർ ആയിട്ട്, ഷോർട്ടിലുള്ള സാധനങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റണം. ആൾസോ മസ്റ്റ് കറക്റ്റ്ലി ഐഡന്റിഫൈ കളേഴ്സ് ആൻഡ് സീ വെൽ അറ്റ് നൈറ്റ്. അതായത് നൈറ്റ് ബ്ലൈൻഡ്നസ്, കളർ ബ്ലൈൻഡ്നസ് ഉണ്ടാവരുതെന്ന് ചുരുക്കം. നൈറ്റ് ബ്ലൈൻഡ്നസ് എന്താണെന്ന് അറിയാം, നിശാന്തത നമ്മൾ പറയില്ലേ, അത് ഉണ്ടാവാൻ പാടില്ല. അതേപോലെ തന്നെ കളർ ബ്ലൈൻഡ്നസ് ഉണ്ടാവാൻ പാടില്ല, കളറുകൾ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ A2 ആണ് പറയുന്നത്. പ്രോപ്പർ ആയിട്ട് A2 പറയുന്ന മെഡിക്കൽ റിപ്പോർട്ടുള്ള ആൾക്കാർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഐ വിഷനും കാര്യങ്ങളെല്ലാം ഉണ്ടാവണം. അതേപോലെ B2 ഉണ്ട്. ഇവിടെ ഫിസിക്കലി ഫുള്ളി ഫിറ്റ് ആയിരിക്കണം. ഡിസ്റ്റൻസ് വിഷൻ ക്യാൻ ബി എ ലിറ്റിൽ ലെസ് ക്ലിയർ, മേ ബി യൂസ് ഗ്ലാസസ്. ഇവിടെ ഗ്ലാസസ് യൂസ് ചെയ്താലും കുഴപ്പമില്ല. നിയർ വിഷൻ മസ്റ്റ് ബി ക്ലിയർ വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ്. ഓക്കെ, അതേപോലെ തന്നെ മസ്റ്റ് ഹാവ് ഗുഡ് ഫീൽഡ് ഓഫ് വ്യൂ, സൈഡ് വിഷൻ ആൻഡ് ബോത്ത് ഐസ് വർക്ക് ടുഗദർ. ബൈനോക്കുലർ വിഷൻ ഒക്കെ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യണമെന്നാണ് അവിടെ പറയുന്നത്. ആൻഡ് C2 ഉണ്ട്, ഫിസിക്കലി ഫുള്ളി ഫിറ്റ്. ഇവിടെ ഡിസ്റ്റൻസ് വിഷൻ ക്യാൻ ബി ലെസ് ക്ലിയർ, കുറച്ച് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ്. നിയർ വിഷൻ മസ്റ്റ് ബി ക്ലിയർ ഫോർ റീഡിങ് വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ്. ഇതിവിടെ അടുത്തുള്ളത് ക്ലിയർ ആയിട്ട് കാണണം, ഡിസ്റ്റൻസിൽ വലിയ പ്രശ്നം വന്നാലൊന്നും കുഴപ്പമില്ല എന്നാണ് C2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ആർക്കും വളരെ കുറെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതായതുകൊണ്ടാണ് ഞാൻ ഡെപ്ത് ആയിട്ട് പറഞ്ഞു തന്നത് കേട്ടോ. ഇതെന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ആൻഡ് ഇനി എലിജിബിലിറ്റി ആൻഡ് ഏജ് ഡീറ്റെയിൽസ് ആണ്. നാഷണാലിറ്റി നമുക്കറിയാം, മസ്റ്റ് ബി സിറ്റിസൺ ഓഫ് ഇന്ത്യൻ ഓർ സിറ്റിസൺ ഓഫ് നേപ്പാൾ, ഭൂട്ടാൻ, ടിബറ്റൻ റെഫ്യൂജി. ഓക്കെ, 1962 മുമ്പായിട്ട് പോയ അതൊക്കെ. അപ്പോൾ മസ്റ്റ് ബി ഇന്ത്യൻ സിറ്റിസൺ, അതാണ് ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. കേരളത്തിൽ എല്ലാവരും മസ്റ്റ് ബി ഇന്ത്യൻ സിറ്റിസൺ ആവും, അതുകൊണ്ട് നമ്മൾ വേറെ നോക്കേണ്ട ആവശ്യമില്ല. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 1/1/2026 പറയുന്നത്. വീണ്ടും പറയാം, ഈ 1/1/26 നിങ്ങൾക്ക് 18 തികഞ്ഞിരിക്കുന്ന 33 കഴിയാനും പാടില്ല കേട്ടോ. ഇനി ഏജ് റിലാക്സേഷൻ അവൈലബിൾ SC/STക്ക് 5 വർഷത്തെ ഒരു അഡീഷണൽ ബോണസ് ഉണ്ടാവും. അതേപോലെ തന്നെ OBC NCLന് 3 വർഷത്തെ അഡീഷണൽ ഉണ്ടാവും. ഓക്കെ, അതേപോലെ ഫിസിക്കലി വിത്ത് പേഴ്സൺ വിത്ത് ബോർഡർ ഡിസബിലിറ്റി ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യാം, 10 മുതൽ 15 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ടാവും. എക്സർവീസ്മാൻ ആണെങ്കിൽ 3 മുതൽ 8 വർഷത്തെ ഉണ്ടാവും. റെയിൽവേ സ്റ്റാഫ് ആൻഡ് റിലേറ്റഡ് ഓഫീസേഴ്സ് ഒക്കെ ആണെങ്കിൽ 5 വർഷത്തെ ഉണ്ടാവും. അത് അവർക്ക് ഓൾറെഡി അറിയുന്നതാണ്. ഓക്കെ, വിഡോഡ് അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് ആണെങ്കിൽ 35 മുതൽ 40 വർഷത്തെ വരെ, ഈ ഒരു 35 മുതൽ 40 വർഷം വയസ്സ് വരെയുള്ള ഏജ് റിലാക്സേഷനും കാര്യങ്ങളും ഉണ്ടാവും. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രാജുവേറ്റ് ഓർ 12th പാസ് ആണ്. ഗ്രാജുവേറ്റ് ആയിരിക്കണം. അതേപോലെ ഓർ 12th പാസ് വരുന്നത് NTPCയുടെ 12th ലെവൽ എക്സാം ഉണ്ട്. ഇത് വിളിച്ചിരിക്കുന്നത് ഗ്രാജുവേറ്റ് ലെവൽ ആയതുകൊണ്ട് നമുക്ക് വേണ്ടത് ഗ്രാജുവേറ്റ് ലെവലാണ്. ഓക്കെ, 20/10/25 നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും റിസൾട്ട് വന്നിട്ടുണ്ടാവണം കേട്ടോ. ഡോക്യുമെന്റ്സ് പ്രൊഡ്യൂസ്ഡ് ആയിട്ട് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് നിങ്ങൾ ഈ ഡോക്യുമെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയും വേണം. ആൻഡ് എക്സാമിനേഷൻ ഫീ ഉണ്ട്, 500 രൂപയാണ് ജനറലിന് വരുന്നത്. അതിൽ 400 രൂപ നിങ്ങൾ CBT 1 എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഓക്കെ, 250 രൂപയാണ് SC/STക്ക് വരുന്നത്. ഇത് ആൻഡ് പെൺകുട്ടികൾക്ക് SC/ST കാറ്റഗറിക്ക് വരുന്നത് 250 രൂപയാണ്. ഇതെന്ത് ചെയ്യും, നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ 250 രൂപ നിങ്ങൾക്ക് റീഫണ്ട് ആവും കേട്ടോ. ആൻഡ് ഫീ പേയ്മെന്റ് മോഡ് എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ആണ്. ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, UPI ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. റീഫണ്ട് എന്ന് പറയുന്നത് റീഫണ്ടബിൾ പോർഷൻ പെയ്ഡ് ഓൺലി ആഫ്റ്റർ അപ്പിയറിംഗ് ഇൻ CBT 1. നിങ്ങൾ CBT കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, റീഫണ്ട് ചെയ്യുള്ളൂ. ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള അപ്ലിക്കേഷൻ ഒന്നും റീഫണ്ട് ഉണ്ടാവില്ല എന്ന് ചുരുക്കം. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, ഇതാണ് മെയിൻ ഹൈലൈറ്റ്. ഫസ്റ്റ് സ്റ്റേജിൽ നടക്കാൻ പോകുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 1 CBT 1 നിങ്ങൾക്ക് ഉണ്ടാവുന്നത് 90 മിനിറ്റ് ടൈമാണ് ഉണ്ടാവുക. ജനറൽ അവയർനെസ്സിന് 40 മിനിറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. മാത്തമാറ്റിക്സിന് 30 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗിന് 30 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇങ്ങനെ 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും 90 മിനിറ്റിൽ കേട്ടോ. അപ്പോൾ പർപ്പസ് എന്ന് പറയുന്നത് സ്റ്റേജ് 1 എന്ന് പറയുന്നത് സ്റ്റേജ് 2ലേക്കുള്ള ഒരു പ്രിലിംസ് മാത്രമാണ് കേട്ടോ, പ്രൈമറി എക്സാം മാത്രമാണ്. ഓൺലി നോർമലൈസ്ഡ് സ്കോർസ് ഓഫ് സ്റ്റേജ് ഫസ്റ്റ് CBT വിൽ ബി യൂസ്ഡ് ഫോർ ഷോർട്ട് ലിസ്റ്റിംഗ് കാൻഡിഡേറ്റ്സ് ഫോർ സ്റ്റേജ് 2 ആസ് പെർ മെറിറ്റ്. അതായത് സ്റ്റേജ് 2ലേക്ക് സെലക്ട് ചെയ്യുന്ന മെറിറ്റ് എക്സാം ആണ് ഇതെന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ. റിസർവേഷൻ OBC NCL SC/ST EWS പേഴ്സൺ വിത്ത് ബോഡി ഡിസേബിലിറ്റീസ് അതേപോലെ തന്നെ എക്സർവീസ്മാൻ ഒക്കെ എന്താണ് ഇത് അവൈലബിൾ ആണ്. ഷോർട്ട് ലിസ്റ്റ് ക്യാൻ റിമെയിൻ അണ്ടർ ദ സെയിം സബ്സിക്വന്റ് റിക്രൂട്ട്മെന്റ് സ്റ്റേജസ്. എല്ലാവർക്കും റിക്രൂട്ട്മെന്റ് സ്റ്റേജസ് ഒരുപോലെ തന്നെ ആയിരിക്കും ചുരുക്കം. ആൾ ക്വസ്റ്റ്യൻ വിൽ ബി ഒബ്ജക്റ്റീവ് ടൈപ്പ് ആൻഡ് മൾട്ടിപ്പിൾ ചോയ്സസ്. റിട്ടേൺ ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കില്ല, ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും കേട്ടോ. അതേപോലെ തന്നെ സിലബസ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ്, അത് എലിമെന്ററി മാത്തമാറ്റിക്സ് ആണ് വരുന്നത്. നിങ്ങൾക്ക് നമ്പർ സിസ്റ്റം ഉണ്ടാവും, ഡെസിമൽസ്, ഫ്രാക്ഷൻസ് ഉണ്ടാവും, LCM ആൻഡ് HCF ഉണ്ടാവും, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻസ് ഉണ്ടാവും, പെർസെന്റേജ്, മെൻസുറേഷൻ, ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഉണ്ടാവും,
സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, എലമെന്ററി അൽജിബ്ര, ജിയോമെട്രി ആൻഡ് ട്രിഗണോമെട്രി, എലമെന്ററി സ്റ്റാറ്റിക്സ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കുറേയൊക്കെ ഇവിടെ SSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് ഇവിടെ മാത്സ് ഒക്കെ വളരെ സിമ്പിൾ ആവാനുള്ള ഒരു സാധ്യത ഉണ്ട്. കാരണം ഇതൊക്കെ ഓൾറെഡി നിങ്ങൾ പഠിച്ച കണ്ടന്റുകൾ തന്നെയാണ്. ഓക്കെ, അതേപോലെ തന്നെ റീസണിങ് ആൻഡ് ഇന്റലിജൻസിന് വരുന്നത് അനലോഗീസ്, കംപ്ലീഷൻ ഓഫ് നമ്പേഴ്സ് ആൻഡ് ആൽഫബറ്റിക്കൽ സീരീസ്, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, mathematical operations, similarities and differences, relationships, analytical reasoning, syllogism, jumbling, Venn diagrams, puzzle, data sufficiency, statement conclusion, statement course of action, decision making, maps, interpretation of graphs തുടങ്ങിയവയാണ് ഇതിന് വരുന്നത്. ആൻഡ് അടുത്തത് ജനറൽ അവയർനെസ്. ജനറൽ അവയർനെസ് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോപ്പർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് കിട്ടുന്ന സ്ട്രാറ്റജിക്ക് കണ്ടന്റുകൾ കുറേ ഉണ്ട്. ആൻഡ് ജിക്കയിൽ കുറേ റെയിൽവേ ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ കൂടുതൽ ചോദിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കറണ്ട് ഇവന്റ്സ് ഉണ്ടാവും, നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ, ഗെയിംസ് ആൻഡ് സ്പോർട്സ് ഉണ്ടാവും, ആർട്ട് ആൻഡ് കൾച്ചർ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ലിറ്ററേച്ചർ, മോണുമെന്റ്സ് ആൻഡ് പ്ലേസസ് ഓഫ് ഇന്ത്യ, ജനറൽ സയൻസ് ഓർ ലൈഫ് സയൻസ് അപ് ടു 10th CBSE ആണ്. ജനറൽ സയൻസിൽ വരുന്ന ബേസിക്സ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ടാവും. ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ഓർ ഫ്രീഡം സർക്കിൾ ഉണ്ടാവും. ഫിസിക്കൽ, സോഷ്യൽ, എക്കണോമിക്, ജോഗ്രഫി ഓഫ് ഇന്ത്യൻ ആൻഡ് വേൾഡ്, ഇന്ത്യൻ പൊളിറ്റി ആൻഡ് ഗവർണൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെയാണ് അവിടെ കാര്യമായിട്ട് വരിക. സയൻസ് ആൻഡ് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ഉണ്ടാവും. സ്പെയിൻസ് ന്യൂക്ലിയർ പ്രോഗ്രാം ഓഫ് ഇന്ത്യ, UN ഓർ അതർ വേൾഡ് ഓർഗനൈസേഷൻസ്, എൻവിറോൺമെന്റൽ ഇഷ്യൂസ്, ബേസിക് കമ്പ്യൂട്ടർ ആൻഡ് അപ്ലിക്കേഷൻസ്. ഇതൊക്കെ വളരെ ബേസിക്സ് ആണ്. എന്താണ് എക്സൽ, എന്താണ് CPU, എങ്ങനെയാണ് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്ന പ്രോസസും കാര്യങ്ങളൊക്കെയാണ് അവിടെ വരിക. കോമൺ അബ്രിവേഷൻസ് ഉണ്ടാവും, ട്രാൻസ്പോർട്ട് സിസ്റ്റംസ് ഉണ്ടാവും, ഇന്ത്യൻ എക്കണോമി, ഫേമസ് പേഴ്സണാലിറ്റീസ്, ഗവൺമെന്റ് പ്രോഗ്രാംസ്, പബ്ലിക് സെക്ടേഴ്സ് ഓർഗനൈസേഷൻസ്, ഫ്ലോറ ആൻഡ് ഫോണ ഓഫ് ഇന്ത്യ, ഇമ്പോർട്ടൻറ്റ് ഗവൺമെന്റ് ആൻഡ് പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻസിനൊക്കെയാണ് ഇവിടെ നിങ്ങൾക്ക് ജനറൽ അവയർനെസ്സിൽ ചോദിക്കാം. ആൻഡ് സ്റ്റേജ് വൈസ് ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ആദ്യം നാം പറഞ്ഞു ഗുഡ് സ്റ്റേറ്റ് മാനേജറിന് ലെവൽ 7th CBSE ആണ് വരുന്നത്, 5 ലെവലാണ് വരുന്നത്. അതേപോലെ തന്നെ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് ഉണ്ട്, സെക്കൻഡ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ഉണ്ട്. അതേപോലെ തന്നെ സ്കിൽ ടെസ്റ്റ് റിക്വയർമെന്റ് അവിടെ ഇല്ല കേട്ടോ. ഇനി സീനിയർ ക്ലർക്ക് ആണെങ്കിൽ ഈ പറഞ്ഞ എല്ലാം ഉണ്ട്. അതേപോലെ ടൈപ്പിംഗ് സ്കിൽ അവിടെ എക്സ്ട്രാ വരും. ക്ലർക്ക് പോസ്റ്റുകൾക്ക് ടൈപ്പിംഗ് സ്കില്ലും കൂടി വരും. അതേപോലെ തന്നെ ജൂനിയർ അക്കൗണ്ടന്റ് അസിസ്റ്റന്റ് ആണെങ്കിലും ഇവിടെ എന്തുണ്ടാവും, ഈ 3 സ്റ്റേജസ് ഉണ്ടാവും. അവിടെ ടൈപ്പിംഗ് സ്കില്ലും വരും കേട്ടോ. ആൻഡ് ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് വരികയാണെങ്കിൽ എന്തുണ്ടാവില്ല, സ്റ്റേജ് 1ഉം 2ഉം മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ സ്കിൽ ടെസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അതേപോലെ തന്നെ സ്റ്റേഷൻ മാസ്റ്റർ ആണെങ്കിൽ കമ്പ്യൂട്ടർ ബേസ് 1ഉം ഉണ്ടാവും, 2ഉം ഉണ്ടാവും, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ഉണ്ടാവും. ഈ ഒരു മേഖലയിൽ നിങ്ങൾ ആപ്റ്റ് ആണോ അല്ലയോ നോക്കുന്ന ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ഉണ്ടാവും കേട്ടോ. ട്രാഫിക് അസിസ്റ്റന്റ് ആണെങ്കിലും ഈ 3ഉം ഉണ്ടാവും, ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും കൂടി ഉണ്ടാവും കേട്ടോ. ഇനി അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. നിങ്ങൾ ആദ്യം നോട്ടിഫിക്കേഷൻ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ശരി, നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിലും മറ്റും ഇതിന് ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ, അല്ലെങ്കിൽ താഴെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ വരുന്ന നമ്മുടെ വെബ്സൈറ്റിന്റെ ലിങ്കാണ്. അവിടെ ബ്ലോഗ് കിടപ്പുണ്ടാവും, അതിന് താഴെ ഇതിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് ഉണ്ടാവും. അത് നിങ്ങൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടാവണം കേട്ടോ. പിന്നെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അതിനുശേഷം ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് RRBക്ക് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് an account on official RRB website using your active mobile and email. ഓക്കെ, നോ ചേഞ്ചസ് അലൗഡ് ഇൻ മൊബൈൽ ഓർ ഇമെയിൽ. അത് ആ അക്കൗണ്ടിൽ പിന്നെ മൊബൈൽ ഇമെയിൽ ചേഞ്ച് ചെയ്യാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ആക്റ്റീവ് ആയിട്ടുള്ള നമ്പേഴ്സും ഇമെയിലും കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ വരുന്നത് ആധാർ ആൻഡ് ഡിജി ലോക്കറിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. വെരിഫിക്കേഷന് വേണ്ടിയിട്ട് നിങ്ങൾ ഡിജി ലോക്കർ അപ്ലോഡ് ചെയ്തതിനു ശേഷം ചെയ്യാൻ ശ്രമിക്കുക. ഫില്ലിംഗ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഓൺലി 1 RRB ആപ്ലിക്കേഷനെ ഒരാൾക്ക് അയക്കാൻ പറ്റുള്ളൂ. ഫിൽ ഓൾ ഡീറ്റെയിൽസ് അക്യുറേറ്റ്ലി, മീഡിയം ഓഫ് എക്സാം, സോണ്, അതേപോലെ തന്നെ ഏത് സോണിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് RRB തിരുവനന്തപുരമാണ് കേട്ടോ. .gov.in മാക്സിമം ശ്രമിക്കുക. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. കേരളത്തിൽ വരുന്നത് RRB തിരുവനന്തപുരം .gov.in കേട്ടോ. മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻ ടു RRB വിൽ ബി റിജക്റ്റഡ്. മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻ മാക്സിമം എന്ത് ചെയ്യുക, കൊടുക്കാതിരിക്കുക. ഇനി ജനറൽ ആയിട്ട് വരുന്ന കുറെ മിസ്റ്റേക്സുകൾ ഉണ്ട്, അത് വരാതിരിക്കാൻ വേണ്ടി പറയാം. RRB പോർട്ടലിൽ ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ പ്രോപ്പറായിട്ട് വായിക്കണം. കുറെ കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കുക. അതേപോലെ സെലക്ട് യുവർ പ്രിഫേർഡ് ലാംഗ്വേജ്, ഇംഗ്ലീഷ് ഓർ ഹിന്ദി ഓർ 13 ഇന്ത്യൻ ലാംഗ്വേജസ് അവൈലബിൾ ആണ്. അതിൽ മലയാളം ഉണ്ടോ നിങ്ങൾ പ്രോപ്പർ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. പേ എക്സാം ഫീസ് ഓൺലൈൻ. നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് വഴി പെട്ടെന്ന് തന്നെ ഫീസ് അപ്പം തന്നെ അടയ്ക്കാൻ ശ്രമിക്കുക. പേയ്മെന്റ് സബ്മിറ്റ് ചെയ്തതിനു ശേഷം മാത്രമേ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയത് കരുതുള്ളൂ കേട്ടോ. ലൈവ് ഫോട്ടോ അവിടെ ക്യാപ്ചർ ചെയ്യാണ്ടോ. അപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ ആയിട്ട് നല്ല വൃത്തിയുള്ള നല്ല ലൈറ്റുള്ള ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് തന്നെ ലൈവ് ഫോട്ടോ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ലൈവ് ഫോട്ടോ യൂസിങ് ഒരു ഡിവൈസ് ക്യാമറ. ഓക്കെ, പ്രീ എക്സിസ്റ്റിംഗ് അല്ലെങ്കിൽ എഡിറ്റഡ് ഇമേജ് അവിടെ ഒരിക്കലും അപ്ലോഡ് ചെയ്യരുത്. പിന്നെ നിങ്ങൾ എക്സാമിന് പോകുന്ന സമയത്ത്, റിട്ടേൺ പോകുന്ന സമയത്ത് പ്ലെയിൻ ആയിട്ടുള്ള നോൺ വൈറ്റ് ക്ലോത്തുകൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. ആൻഡ് കീപ് യുവർ ഫേസ് വിസിബിൾ ആൻഡ് ന്യൂട്രൽ. ഐസ് ഓപ്പൺ ചെയ്ത് ഡോൺ വെയർ ഗ്ലാസസ് ഓർ ക്യാപ്സ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഇമേജസിൽ അത് യൂസ് ചെയ്യരുത് കേട്ടോ.
ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഓൺലൈൻ ഫോട്ടോ എടുക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം, ഇത് ചെയ്യാം. അതേപോലെ മാൻഡറ്ററി ഡോക്യുമെന്റ്സ് നിർബന്ധമായിട്ടും അപ്ലോഡ് ചെയ്യാം. ആൻഡ് ഫോട്ടോസിന്റെ കാര്യങ്ങൾ മുഴുവൻ ഞാൻ എന്ത് ചെയ്തു നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് RRB NTPCന്റെ പറയാനുള്ളത്. അപ്പൊ ഞാൻ വീണ്ടും പറയാം, ഡിഗ്രി പാസ്സായിട്ടുള്ള കുട്ടികൾ എന്തായാലും ഇത് അപ്ലൈ ചെയ്യാം. ഓക്കെ, എനി ഡിഗ്രി ആണ്, ഏതെങ്കിലും ഡിഗ്രി ഉണ്ടായാൽ മതി എന്ന് ഞാൻ വീണ്ടും പറയാം. ഏതെങ്കിലും ഡിഗ്രി പഠിച്ച കുട്ടികൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ജസ്റ്റ് പാസ്സാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ആൻഡ് അപ്ലൈ ചെയ്തതിനു ശേഷം നവംബർ തൊട്ട് നമ്മൾ ഇതിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളെ ഡിസ്കഷൻ ഗ്രൂപ്പുകളുണ്ട്, ടെലഗ്രാമിലും വാട്സാപ്പിലും, അവിടെ ജോയിൻ ചെയ്ത് ഇതിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിന് പഠിക്കാൻ വേണ്ട മെറ്റീരിയൽസും ക്ലാസ്സുകളെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വീണ്ടും പറയാം, താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, കോഴ്സിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ കോഴ്സിലേക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഓപ്പൺ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക കേട്ടോ. എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നമ്മളോട് ചോദിക്കാൻ നമ്മൾ നിങ്ങളെ കൂടെ തന്നെ ഉണ്ട്. സോ വീഡിയോ നിങ്ങൾ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പഠിച്ച് പാസ്സായി ഇറങ്ങിയിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്യുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.